ഹലോ. ആ കോമള, എല്ലാവരും 12 മണിക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വണ്ടിയൊക്കെ ഉണ്ടേ, ട്രാവലറാ. എ സി ഉണ്ട്. ഓ പിന്നെ നീ എ സിയിലല്ലേ നിന്നെ പ്രസവിച്ചിട്ടത്. ആ പിന്നെ ആ വയനാടുള്ള മറ്റേ ആദിവാസിയുടെ മൂപ്പനുണ്ടല്ലോ മെയിൻ ആൾ, അയാളെ വിളിച്ചിട്ട് ഈ ക്ലീറ്റോ സാറ് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കൈയടിച്ചോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ? ആ അത് വേണം കേട്ടോ. ചാനലൊക്കെ വരുന്നതാ, പ്രത്യേക ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് നമ്മളെ, അതുകൊണ്ടാണ് കേട്ടോ. ആ ശരി എല്ലാവരും സമയത്ത് എത്താൻ പറയും. ഊണൊക്കെ നമുക്ക് വഴിയിൽ നിന്ന് കഴിക്കാടേ. ഓ ശരി ഓക്കെ. പോവാൻ തീരുമാനിച്ചല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പോകുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പോണ്ടാന്ന്. നീ പോണ്ടാന്ന് പറഞ്ഞ ഇത് അങ്ങനെയൊന്നും തീരുമാനിക്കണം. ഇത് തീരുമാനം പാർട്ടിയുടെ തീരുമാനമാണ്. നിങ്ങളിപ്പോ എന്ത് മലമറിക്കാൻ പോണത് അങ്ങോട്ട്? എടീ, വയനാടുള്ള ആദിവാസികൾക്ക് ഒരു ബോധവൽക്കരണം, ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാൻ പോവാ. ഞാൻ പറഞ്ഞല്ലോ. ബോധവൽക്കരണം അവർക്കിപ്പോ നല്ല ആവശ്യത്തിന് ബോധമുണ്ട്. നിങ്ങളായിട്ട് ചെന്ന് അവരുടെ ബോധം നശിപ്പിക്കാതിരുന്നാ മതി. ബോധം ഉണ്ടാക്കി സംഘടിപ്പിച്ചേക്കുന്നത് കുറെ കോളേജ് പിള്ളേരാ. അങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ചെയ്യട്ടെ. ഇത്ര നാളായിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ ചെറുപ്പക്കാർ ഓരോന്നും സംഘടിപ്പിക്കട്ടെ, അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കൂടെ കിട്ടണ്ടേ പാർട്ടിക്കാർക്ക്. ഇതാ ഞാൻ പറഞ്ഞത്, കണ്ടവന്റെ പാത്രത്തിൽ കൈയിട്ട് വാരി പരിശീലിച്ചു. അതങ്ങനെയൊക്കെ തന്നെയാണ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണടി. നാണോ ഇല്ല ഒന്നും. ചാനലുകാരൊക്കെ വരുന്നതാ, നമുക്ക് അതിന്റെ ക്രെഡിറ്റ് നമുക്ക് കിട്ടണം. അത് തന്നെയാ പറഞ്ഞത്. എന്താന്ന് അവിടെ എന്താന്നാ പറഞ്ഞത്? അതായത് നാളെ ലോക ഹാൻഡ് വാഷ് ഡേ ആണ്. ഹാൻഡ് വാഷ് ഡേ, ഹാൻഡ് വാഷ് അറിയാമോ? അതായത് കൈ ശുചീകരണം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൈ കഴുകി വൃത്തിയാക്കണമല്ലോ, അതിന്റെ ഒരു ബോധവൽക്കരണം എഴുത്തുങ്ങൾക്ക് കൊടുക്കാൻ പോവാണ്. ആദ്യം അവർക്ക് വല്ലതും തിന്നാൻ കൊടുക്കുക ക്ലീറ്റോ, എന്നിട്ട് കൈ കഴുകാൻ പഠിപ്പിക്കും. അതെങ്ങനെയാ? കുടുംബം ഇവിടെ പട്ടിണി, അതൊന്നും നോക്കാൻ നേരെയില്ല. ലോകം നന്നാക്കാൻ നടക്കണം. ഇവിടെ അത്രയ്ക്ക് പട്ടിണിയും ദാരിദ്ര്യമാണോടി ഈ വീട്ടിൽ? ആണോടി? ഇച്ചിരി സാമ്പത്തികത്തിന്റെ കുറവുണ്ട്, അല്ലാതെ ഇവിടെ പട്ടിണിയൊന്നും ആരും കിടക്കണില്ലല്ലോ. നമ്മളെക്കാളും പട്ടിണി കിടക്കുന്ന ആൾക്കാർ ലോകത്തുണ്ട്. മഹാത്മാഗാന്ധിയോ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ തന്നെ പറഞ്ഞോണം കേട്ടോ. എനിക്കിതൊന്നുമല്ല വലുത്, എനിക്ക് എന്റെ കൊച്ചും കെട്ടിയാനാ വലുത്. അയ്യോ, എനിക്ക് എന്റെ കൊച്ചും ഭാര്യയും പോലെ വലുത് തന്നെയാണ് എന്റെ നാട്ടിലുള്ള ജനങ്ങളും. കൊച്ചിന്റെ സ്കൂളിൽ പോണെന്ന് പറഞ്ഞില്ലേ? പൊന്നെ, അതിന് നീ അങ്ങോട്ട് പോയി കാര്യം എന്താണെന്ന് അന്വേഷിച്ചാ പോരെ? നമ്മളെ രണ്ടുപേരും കൂടി അല്ലേ വിളിച്ചേക്കണേ? ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെയാ? അത് ഈ സ്കൂളുകാരുടെ ഒരു പതിവ് പരിപാടിയാ. രണ്ടാളെയും കൂടെ വിളിച്ച് അവിടെ എഴുതിയിട്ട് അവരുടെ കുറെ ഗുണ്ടുകളും കൂടെ തള്ളി വിടുക, എന്നിട്ട് എന്തെങ്കിലും പൈസ അടിച്ചു. ഞാൻ വിളിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ അറിയാം? നിങ്ങൾക്ക് വല്ല കണിയാന്റെ പരിപാടി ഉണ്ടോ? പിന്നെ അല്ലാണ്ട് പിന്നെ എന്തിനാണ് അവർ വിളിക്കുന്നത്? സ്കൂളിൽ പോയിട്ടെന്നാ നിങ്ങൾ പൊക്കോ. എനിക്ക് പറ്റൂല, എനിക്ക് പാർട്ടിയുടെ ആവശ്യം. ഞാൻ തോന്നുമ്പോ കയറി ചെല്ലണമെന്ന് പറഞ്ഞ ആളല്ല. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി. പഞ്ചറായി ഞങ്ങളങ്ങ് സഹിച്ചു. ഞങ്ങൾ നടന്നു പോക്കണം. ഈ സ്കൂളുകാരോട് പറ കൊച്ചിന്റെ തന്ത ഗൾഫിലാണെന്ന് പറ. പിള്ളേരോട് പഠിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാലോ? എന്നാ പിന്നെ നീ അങ്ങനെ പറയടി. ഒരു വഴിക്കിറങ്ങുമ്പോ അവളുടെ സംസാരം കേട്ടില്ല. എടുത്തിട്ടില്ല എങ്ങോട്ടാ പോണേ? അത് എടുത്തെന്ന് എന്താ കുഴപ്പം? വേണ്ട, നീ എടുത്തു തരണ്ട. ഭർത്താവേ ഒരു രീതിയിലും പ്രിൻസിപ്പലിനെ കാണുമ്പോ മനുഷ്യന്റെ കൈയും കാലും മറിക്കുക. ആ മനുഷ്യനോടൊന്ന് വരാൻ പറ, അത് കേൾക്കൂല. 24 മണിക്കൂർ പാർട്ടി 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 പാർട്ടി. അടുത്തത് നേരത്തെ കളി വേണ്ട, പറ്റില്ല. അത് കൊള്ളില്ലല്ലേ, കള്ളക്കളിയാ മാമൻ. അടുത്ത നമുക്ക് ഒരു മടി കിടിയൊന്നും വേണ്ട, വേറെ പാസും കൂസൊന്നും വേണ്ട, വേറെ കളി പറ. എന്റെ ദീർഘമായൊരു ഇതിനകത്ത് ഞാൻ കണ്ടുപിടിച്ച കളിയാണ് സുബകരോമി ആരോമി. എന്റെ സ്കൂളിൽ കളിയാണ്. സുബകരോമിയോ? ആരോമി. കളിക്കാം. ആദ്യം കൈ വെക്കേ, ഇവിടെ വെക്കേ. സുബകരോമി ആരോ മീ മീ ഞാൻ ജ്യൂസ് പൊട്ടറ്റോ. അയ്യോ, സുബകരോമി ആരോമി ഞാൻ ജ്യൂസ് ആൻഡ് ജ്യൂസ് സോസ് പൊട്ടറ്റോ ചിപ്പ് ചിപ്പ് ചിപ്പ്. ഓ അങ്ങനെ അല്ല, സോസ് പൊട്ടറ്റോ എന്റെ കയ്യിൽ ചിപ്പ് 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 ചിപ്പ്. സോസ് പൊട്ടറ്റോ വീണ്ടും ചിപ്പ് ചിപ്പ് ചിപ്പ്. ഗ്രീൻ. അങ്ങനെ അടിക്കല്ലേ, ഇങ്ങനെ അടിച്ചാൽ മതി. എന്റെ പൂവെടുത്താ. ഗ്രീൻ റോൾ, മട്ടൻ റോൾ, ചിക്കൻ റോൾ. മടക്ക്, എന്നിട്ട് അടി. മാമ അങ്ങനെ അല്ല എന്റെ മാമ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം. അത്ര അടിക്ക. സുബകരോമി ആരോമി ഞാൻ ജ്യൂസ. ഞാൻ എന്ത് ചെയ്യാ? അതെ, നിന്റെ അമ്മ എവിടെ പോയി കിടക്കാണ്? അമ്മ മീറ്റിങ്ങിന് പോയതാ. ഇതിപ്പോ എന്റെ സമയം കഴിഞ്ഞ ഞാൻ നിനക്ക് കാവലിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? അമ്മ പിന്നെ കൊറേ നേരം ആവുമല്ലോ. ഒരു കാര്യം ചെയ്, അമ്മയ്ക്കോ ഞാൻ. അയ്യോ പറ്റില്ല. നീ എവിടെക്കെങ്കിലും ഇറങ്ങി തിരിഞ്ഞു പോകും.
അമ്മ ഒന്നും എന്നെ ചീത്ത പറയും. കളിക്ക്. ആ പഠിച്ചോ? ആ അറിയാലോ, ഇനി തെറ്റിക്കല്ലേ ഞാൻ പോവും. ഇല്ല സുഭകരോമി. സുഭകരോമി ആരോമി ആഞ്ചൂസ് ആഞ്ചൂസ് സോസ് പൊട്ടറ്റോ ചിപ് ചിപ് സോസ് പൊട്ടറ്റോ പൊട്ടറ്റോ. അത് എന്തെന്നാണ് ഈ കാണിക്കണത്? നീ എപ്പ പോയതാ? എനിക്ക് ഓഫീസിൽ പോകുന്നു വേണ്ടേ? നീ പൊക്കോ, തക്കിലിരുന്നേറ്റേ മതി. നീ കളിക്കണ്ടേ നിനക്ക്? എന്തെന്നാണ്? അവൾക്ക് സ്കൂളൊന്നും ഇല്ല. അവള് കുറച്ചു കളിച്ചിട്ടുണ്ടോ? വേണ്ട, അവള് കളിക്കണ്ട. ഇനി മേലാ നീ കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാതക്കടി. നിക്ക്, എന്താ കാര്യം? കുട്ടികൾ ഈ പ്രായത്തിൽ കളിക്കണ്ടേ? കളിക്കുന്നല്ലേ വേണ്ടത്. അപ്പോഴവരെ ബുദ്ധിയും ഇതൊക്കെ വികസിക്കുള്ളൂ. ഇവക്ക് ബുദ്ധി വികസിച്ച് എങ്ങോട്ട് പോണെന്നറിയാമോ? നോണച്ചി കള്ളിയായിട്ട് വരും അവള്. കള്ളി, പെരുങ്കള്ളി. എന്തൊക്കെ നീ പറയണത്? എടാ ഞാൻ ഇവളുടെ തക്കിളി, നിനക്ക് പരീക്ഷ പേപ്പർ കിട്ടിയോ? നോക്ക്, നീ എങ്ങോട്ടേ തിരിഞ്ഞിരിക്കണ എങ്ങോട്ടാ? നിനക്ക് പരീക്ഷ പേപ്പർ കിട്ടിയോ? ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ. സത്യം ഇങ്ങോട്ട് പറഞ്ഞോ. ഉറപ്പാണോ? കിട്ടിയോ? ആ സ്കൂളിൽ പോയി നാണം കെട്ടിട്ട് വരിക. നീ ചിരിക്കണ്ട. എന്താ പറ്റി? അവൾക്ക് പരീക്ഷാ പേപ്പർ കിട്ടിയിട്ട് അവള് വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയോ മോളെ പരീക്ഷാ പേപ്പർ കിട്ടിയെന്ന്? ഇല്ലമ്മ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. പരീക്ഷ പേപ്പർ കിട്ടിയില്ലെന്ന് പറഞ്ഞത് ഒരുമിച്ച് കൊടുക്കാന്ന് ചോദിച്ചില്ലെങ്കിൽ ഓരോന്നത്തിനും മാർക്ക് കുറഞ്ഞു. നിനക്ക് അറിയാലേ മാർക്ക് കുറവാന്ന് നിനക്ക് അറിയാലേ. നീ എന്തിനാണ് സ്കൂളിൽ പോണത്? സ്കൂളിൽ പോണത്? അതെ, പിന്നെ മാർക്ക് കുറഞ്ഞില്ല എന്നുള്ളതല്ല. നീ എന്തിനാ അമ്മോട് നോണ പറഞ്ഞു കിട്ടിയിട്ടില്ല? എന്താണ് നീ ഉദ്ദേശിക്കണത്? അങ്ങനെ പറയാൻ പാടോ? എന്തായി കാണിക്കണത്? നിനക്ക് അറിയാൻ പോണേ നിനക്കില്ലല്ലോ വിഷമം. അവളവിടെ കുഴപ്പമില്ല. ഇനി പറയില്ല. തങ്കം എന്താ നിന്റെ ഉദ്ദേശം? നീ ചെയ്യോ ഇങ്ങനെ? നീ പേപ്പർ എന്ത് ചെയ്ത്? കത്തിച്ചോളല്ലേ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു പേപ്പർ കിട്ടിയെന്ന് ചോദിച്ചമ്മ? ചോദിച്ചോ? നിന്റെ മാർക്ക് കുറഞ്ഞതിന് അമ്മ എപ്പോഴെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നോണ പറയരുതെന്ന്. അടിക്കല്ലേ നിന്നെ കൊല്ലണം. അമ്പടി കേമി നീ നിന്നെനിക്ക് വേണ്ട. നീ സോറി പറയണ്ട. നീ അമ്മയുടെ മോളല്ല. കള്ളപ്പച്ചിന് ഇംഗ്ലീഷിന് 4, മലയാളത്തിന് മാത്രം. മലയാളം മാത്രം പഠിച്ചാൽ മതി. മാത്രം പഠിച്ചാൽ മതിയോ? നീ എന്ത് കാര്യത്തിന് സ്കൂളിൽ പോയത് ഇത്ര നാളും? പഠിക്കാൻ പറയുമ്പോ അവർക്ക് കളി കഴിഞ്ഞിട്ട് നേരെയില്ലല്ലോ. എഴുതി പഠിക്കടി. ബുക്കൊക്കെ വിരിച്ച് കേമത്തി ചെറിയ കൊച്ചല്ലേന്നോർത്ത് പുന്നാരിച്ച് വഷളാക്കിയല്ലേ നിന്നെ. കാണിച്ചാ നീ
നിന്റെ അപ്പനും വരട്ടെ, നിന്റെ അപ്പനും നിന്നെ നോക്കാൻ നേരെയില്ലല്ലോ. നീ കൂട്ടുകാരെന്നും പറഞ്ഞ് ഇവിടുന്ന് പഠിക്ക്, നീ പുറത്തിറങ്ങ്. ഡാൻസ്, പാട്ട്. ഒച്ചത്തിൽ വായിച്ചെടുത്തടി. നിനക്കെന്താ പറഞ്ഞെഴുതാൻ അറിഞ്ഞൂടെ? ഞാനങ്ങ് വന്നാ ഇനിയും കിട്ടും നിന്നെയൊക്കെ ചെയ്യുന്നു കേട്ടാ. നീ മാത്രമൊന്നല്ല കൊച്ചുങ്ങളായിട്ടുള്ളത് ഈ ലോകത്ത്. ഞാനിപ്പോ പുറത്തു പോയിട്ട് വരും, അവിടെ ഇരുന്ന് പഠിച്ചോളണം. മാമന് വരും, മാമിയൊക്കെ വരും വിളിക്കാൻ. ഇവിടുന്ന് ആണെങ്കിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒന്നോളെ ഞാൻ നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്റെ മോളുടെ കളി എല്ലാം കഴിഞ്ഞിട്ട് ഇതോടെ